രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാത് ജഗത്സർവം തസ്മൈ ശ്രീ ഗുരവേ നമഃ. പരതപരമാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമഃ. അരുണകിരണജാലൈരഞ്ജിതാസാവകാശാവിധൃതജപപട്ടീകാ പുസ്തകാഭീതികസ്ത ഇതരകരവരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രുത്വ പ്രണമാമി മുഹുർമുഹുഃ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിൽ സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഓം നമോ ഭഗവതേ വസുദേവായ. ഓം നമോ ഭഗവതേ പർത്തീശ്വരായ. പരതപരമാർത്ഥായ ശുദ്ധജ്ഞാനൈകരൂപിണേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമൃതേശ്വര്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദതാമഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ബഹുഭൂരിപക്ഷവും മനുഷ്യാണോ സഹർഷേഷു എന്നെ അറിയുന്നില്ല. അറിയുന്നവരിൽ കുറച്ചു പേർ മാത്രമേ എന്നെ താത്വികമായി ഞാൻ ആരാണെന്ന് വ്യക്തമായി ഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രീരാമകൃഷ്ണമഠത്തിൻ്റെ ഈശ്വരൻ അവരോടൊപ്പം ജീവിച്ചിരുന്നു എന്നൊരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ രാമകൃഷ്ണമഠത്തിൽ നിന്ന് എഴുതിയേക്കുന്ന ഒരു വാക്കുണ്ട്, ബഹുഭൂരിപക്ഷത്തിനും ആധ്യാത്മികത എന്തെന്ന് അറിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെന്ന് വയ്ക്കുക, അങ്ങനെ അറിഞ്ഞ ഭൂരിപക്ഷത്തിനും അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി ആ അറിയാത്ത ഭൂരിപക്ഷത്തിൽ അറിഞ്ഞൊരു ന്യൂനപക്ഷം ഉണ്ടല്ലോ, ആ അറിഞ്ഞ ന്യൂനപക്ഷത്തിൽ ബഹുഭൂരിപക്ഷത്തിനും ഇത് അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ആധ്യാത്മികതയുടെ ഒരു ഇത്. കുറച്ചു മുമ്പ് വാരിസാറ് ഗംഭീരമായിട്ട് കാളിയനെ മറ്റൊരു രീതിയിൽ നമുക്ക് എതിരാളിയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ നിവൃത്തികേട് കൊണ്ട് അങ്ങനെയൊക്കെ ആയതാണെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ അത് ഗ്രഹിക്കുമ്പോഴല്ലേ ആ കഥയ്ക്ക് മാധുര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ആലോചിക്കും. മള്ളൂർ തിരുമേനി ഒരിക്കൽ പറയണ്ടായി, ഈ ഇന്ദ്രൻ്റെ ഗർവഭംഗമൊക്കെ നടന്നു കഴിഞ്ഞ് കഥ പറഞ്ഞ് തിരുവിനെ കഥ പോലെ പറഞ്ഞതാട്ടോ, നടന്ന സംഭവമല്ല. കഥ പറഞ്ഞ് ഇറങ്ങിയപ്പം
പറഞ്ഞു, അതേ ഇന്ദ്രൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഉറപ്പായി. എന്താ ഉറപ്പായത്? ഈ ഈശ്വര പൂജയിലൊന്നും കാര്യമില്ല, ഈശ്വരനൊന്നുമില്ല എന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഈ പർവ്വതത്തെ പൂച്ചാവി എന്നല്ലേ പറഞ്ഞത്. എനിക്ക് സ്വതവേ ഇതിൽ വിശ്വാസമില്ല. ഇപ്പോൾ ഭാഗവതം കേട്ടപ്പോൾ ഉറപ്പായി. എന്തുറപ്പായി? ഇത് കാര്യമില്ല എന്ന് ഉറപ്പായി. തിരുമേനി പറയാണ്, അങ്ങനെയല്ല സംഭവം. എന്താ സംഭവം? ഇന്ദ്രൻ്റെ ഗർവ് ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ ആടിയ ഒരു ലീലയാണ് അത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ഗോവർദ്ധനോദ്ധാരണ ലീലയുടെ താല്പര്യം വെളിപ്പെടുക. അപ്പോൾ എന്തുദ്ദേശിക്കുന്നുവോ അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ അങ്ങനെ ഒരു ഭാഗത്തേക്കാണ് കടക്കാൻ പോകുന്നത്. വേണുഗാനം, കാത്യായനി വ്രതം, അത് കഴിഞ്ഞിട്ടുള്ള രംഗങ്ങളെല്ലാം കൃഷ്ണകഥ ഉള്ള കാലം മുതൽ തന്നെ എന്തുണ്ട് വേണ്ടാത്ത അർത്ഥവും പറയുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിലുള്ളതുപോലെയേ എനിക്ക് പുറത്ത് കാണാൻ സാധിക്കുള്ളൂ. ഈ ഈശ്വരൻ്റെ കഥ, മഹാത്മാക്കളുടെ കഥ തിരിച്ചറിയാൻ ഒരൊറ്റ ആൾക്കാർക്കേ സാധിക്കുള്ളൂ. ഒരു യഥാർത്ഥ സാധകനെ അറിയൂ. എന്താണ് ആധ്യാത്മിക സാഹിത്യം നൽകുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു യഥാർത്ഥ സാധകന് മാത്രമേ സാധകൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈശ്വരൻ്റെ ജീവിതത്തെക്കുറിച്ചും ആധ്യാത്മിക സാഹിത്യത്തിൻ്റെ മർമ്മവും തിരിച്ചറിയാൻ പറ്റൂ. എല്ലാ ആധ്യാത്മിക സാഹിത്യത്തിലും രണ്ട് കൊടിയ ശത്രുക്കളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള സ്വഭാവോ ദുസ്തജോ നാഥ എന്ന് കാളിയൻ പറഞ്ഞില്ലേ. ഈ സ്വഭാവം കളയൽ അത്ര എളുപ്പമല്ല. ഇത് സ്വയം തിരിച്ചറിയലാണ് ആധ്യാത്മികത. അതിനുള്ള ശ്രമമാണ് തപസ്. ഇതെല്ലാം ആ ഉള്ളിലിരിക്കുന്ന ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥാശ്രവണവും വ്രതങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും. അപ്പോൾ രണ്ട് പ്രബല ശത്രുക്കൾ ശ്രീരാമകൃഷ്ണൻ്റെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമിനി, കാഞ്ചനം. ധനം, എതിർലിംഗത്തോടുള്ള ആകർഷണം. എന്താ ഇത് രണ്ടും ഇത്ര പ്രബല ശത്രുക്കളാവാൻ കാരണം? ചിന്തിക്കുമ്പോഴറിയാം, ധനത്തെ നമുക്ക് എന്തുമാക്കി മാറ്റാൻ പറ്റും. പണത്തെ വീടാക്കാം, കാറാക്കാം, ആഹാരമാക്കാം. എന്ത് സുഖഭോഗ വസ്തുക്കളുമാക്കി പണത്തെ മാറ്റാൻ കഴിയുന്നത് കൊണ്ടാണ് പണത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്. ഈന്തപ്പഴത്തിൻ്റെ അകത്തൊക്കെ സ്വർണ്ണകഷ്ണം വരേണ്ട കാരണം അതാണ്. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനാകും. പക്ഷെ കുറേ വിചാരം ചെയ്താൽ, കുറേ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ നിസ്സാരതയും ഒരു പക്ഷേ ഒരു ജീവന് ബോധ്യപ്പെട്ടേക്കാം. യതീശ്വരൻ സ്വാമി ഈ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ, രാമകൃഷ്ണൻ്റെ ശിഷ്യൻ്റെ ശിഷ്യൻ, അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ പറയും, ഇവിടെ ഏറ്റവും അടുത്ത പ്രബലമായ മറ്റൊരു ശക്തിയാണ് കാമിനി, എതിർലിംഗത്തോടുള്ള താല്പര്യം. അതെന്താ അത്ര പ്രബലമാവാൻ കാരണം? അതിന് പകരമായി മറ്റൊന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു ജീവനെ അവസാന നിമിഷം വരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വള്ളിക്കാവലമ്പോട് ചോദിച്ചു, അമ്മേ എന്നാണ് നമ്മുടെ മനസ്സടങ്ങിയെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുക? മരിച്ചാൽ പിന്നെ പേടിക്കണ്ട മക്കളെ. നമ്മളോടുള്ള വാക്കാണ്. വാസന പേറി നടക്കുന്ന നമ്മളോടുള്ള വാക്ക്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഭാഗവത ഹൃദയമാണ് രാസപഞ്ചാധ്യായി. അത് ഹൃദയശുദ്ധിയില്ലാത്തവർ വായിക്കുക പോലും വേണ്ട. അതെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി എന്തുകൊണ്ടാണ് ഈ കാമിനിയെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനൊരൊറ്റ വഴിയുള്ളൂ. അതിനുള്ള ഊർജം സംഭരിക്കാനായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അടക്കി അതിനെ കൂടി ഭേദിക്കാനുള്ള തപശക്തി നേടുക. ഗോപസ്ത്രീകളുടെ ജീവിതം ഇതേവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല.
5 ഇന്ദ്രിയങ്ങളും കൃഷ്ണമയമായി മാറിയ ഒരു തലത്തിലേക്ക് അവർ മാറി. ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലും താല്പര്യമില്ല. ആ കൃഷ്ണനോടുള്ള ഭാവം എന്തു ആയിക്കൊള്ളട്ടെ, പക്ഷെ കൃഷ്ണനെ കേന്ദ്രീകരിച്ചാണ്, ഇതര വിഷയങ്ങളിലേക്കല്ല. ബാബ പറയും, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതിന് എന്താ കഷ്ടപ്പാടെന്നറിയാം. അമ്മമാരെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. അപ്പോൾ 5 ഭാര്യ ഉണ്ടെങ്കിലോ? ഈ ജീവൻ 5 ഭാര്യമാരുടെ തടവിലാണ്. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്, ഇത് 5ഉം 5 സ്ഥലത്തേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഈ ജീവൻ എങ്ങനെയാണ് ആനന്ദത്തിൻ്റെ ഉറവിടമായ ഭഗവാനിലേക്ക് കുതിക്കാനുള്ള ശക്തി ഉണ്ടാകുക? അപ്പം ഇവിടെ നമ്മുടെ വിഷയം ഈശ്വരനോടുള്ള പരമപ്രേമം, അതായത് ഭക്തി. നവരസങ്ങളിൽ ഭക്തിയെ ഒരു രസമായിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നില്ല. പക്ഷേ ഭക്തന്മാർ, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിവിടെ പ്രഭാഷണം നടത്തിയ നമ്പൂരി സാറിൻ്റെ PhD-യിലെ ഒരു വിഷയം തന്നെ ഈ വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു കൃതിയായിരുന്നു. അതിൽ അദ്ദേഹം 10ാമതൊരു രസമുണ്ടെന്നും ആ 10ാമത്തെ രസത്തിൻ്റെ പേര് ഭക്തി എന്നാണെന്നും അതിൻ്റെ സ്ഥായിയായ രസം വിരതി ആണ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. വിരതി എന്ന് പറഞ്ഞാൽ വിരക്തി. എന്തിനോടുള്ള വിരക്തി? ഈശ്വരനല്ലാതെ മറ്റൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള യഥാർത്ഥമായി ഈശ്വരനിലേക്കുള്ളൊരു മനസ്സിൻ്റെ ഒരു കുത്തിയൊഴുക്കുണ്ടാവും. എൻ്റെ വിരക്തി വെറുപ്പെന്നുള്ള അർത്ഥത്തിലല്ല, വിഷയങ്ങളോടുള്ള താല്പര്യമില്ലായ്മ സ്വാഭാവികമായിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ മനസ്സിൽ കുതിക്കാൻ ഒരൊറ്റ ഇടയുള്ളൂ, ഈശ്വരനിലേക്കേ ഉള്ളൂ. ഇനി ഈ നവരസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രസരാജനാണ് ശൃംഗാരം. ശൃംഗാരം 2 വിധം. നമുക്ക് ആ വിഷയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. 2 വിധം എന്തൊക്കെയാണ്? വിപ്രലംബ ശൃംഗാരം, സംയോഗ ശൃംഗാരം. സംയോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ഇണകൾ തമ്മിൽ, വ്യക്തി തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ആനന്ദം, രതി. എന്തൊക്കെ തമ്മിൽ ചേർന്നുവോ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകും. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. എല്ലാ ബന്ധങ്ങളും ശിഥിലമാവും, ചേർന്നതെല്ലാം പിരിക്കപ്പെടും. സംയോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? വിയോഗമുണ്ട്. അപ്പോൾ സംയോഗത്തിലൂടെ ഉണ്ടാകുന്ന ഏതാനന്ദം, അതെന്തിൻ്റെ ആവട്ടെ, കണ്ണ് കാഴ്ച, അല്ലെങ്കിൽ മണം, അല്ലെങ്കിൽ രസം, രുചി, അല്ലെങ്കിൽ ശാരീരിക ബന്ധപ്പെടൽ, എന്താണെങ്കിലും അതൊരു സംയോഗത്തിലൂടെയാണ് എങ്കിൽ ഉറപ്പാണ് വിയോഗം സംഭവിച്ചിരിക്കും. മറ്റു ശൃംഗാരം വിപ്രലംബ ശൃംഗാരം. അത് സ്മരണയിലൂടെയുള്ള ആനന്ദമാണ്. സ്മരണയ്ക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? വിച്ഛിത്തി ഉണ്ടാവില്ല. എനിക്കിഷ്ടപ്പെട്ടതിനെ ഓർക്കണതിന് വല്ല തടസ്സമുണ്ടോ? കുട്ടികളുടെ സ്കൂളിൽ ക്ലാസ് വെക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഏകാഗ്രതയില്ല എന്ന്. അപ്പോൾ കുട്ടികളോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഒരു സിനിമ എത്ര പ്രാവശ്യം കാണണം കഥ മനസ്സിലാവാൻ? ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. എന്താ കാരണം? താല്പര്യമുണ്ട്. താല്പര്യമുള്ളിടത്ത് എന്താണ്? ഉപ്പ് കടലാസ് മഷി ഒപ്പിയെടുക്കുന്നത് പോലെ അത് സകലതും എൻ്റെ മനസ്സ് ഒപ്പിയെടുക്കും. മനസ്സിൽ മറക്കാതെ ഇരിക്കുകയും ചെയ്യും. നിരന്തര സ്മരണ. ആ നിരന്തര സ്മരണയാണ് വിപ്രലംബ ശൃംഗാരത്തിൻ്റെ അടിസ്ഥാനം. നിരന്തരമായ സ്മരണ. ഈ നിരന്തര സ്മരണയിലായിരുന്നു വ്രജത്തിലെ ഗോപികമാർ മുഴുവനും. അവർക്ക് കൃഷ്ണൻ്റെ ശാരീരിക സാമീപ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സാ എപ്പോഴും അവർ ഭഗവാന്റെ സന്നിധിയിലാണ്, ഭഗവാന്റെ കൂടെ തന്നെയാണ്. ഗീതഗോവിന്ദത്തിൽ സഖി ഭഗവാനോട് പറയുന്നൊരു ഭാഗമുണ്ട്. പതതതി പത്രേ വിചലതി പത്രേ ശങ്കിത ഭവതുപയാനം. ഇലകൾ വീഴുമ്പോൾ, ഇലകൾ തമ്മിൽ മുട്ടുമ്പോൾ, നികുഞ്ചത്തിലിരിക്കുന്ന വള്ളിക്കുള്ളിലിരിക്കുന്ന രാധ അത് ശങ്കിത ഭവതുപയാനം, അങ്ങ് വരികയാണോ എന്നുള്ള ശങ്കയിലാണ്. ചെറു ചലനം പോലും കൃഷ്ണൻ്റെ
പതന ശബ്ദമായി ഓരോ ഗോപസ്ത്രീകൾക്കും, പ്രത്യേകിച്ച് രാധാദേവിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എന്തുള്ളൂ? മറ്റൊന്നുമില്ല, നിരന്തര സ്മരണ. ഇതിന് ആധുനിക കാലത്ത് ഈ ശ്രീലപ്രഭുവാതിര ഇത് പറയുമ്പോൾ പറയും, ആധുനിക കാലത്ത് ഈ കൃഷ്ണകഥ സത്യമാണ്, വൃന്ദാവനം വെറുമൊരു കാടല്ലാതെയായി തീർന്നതിൻ്റെ ഉത്തരവാദിത്വം ചൈതന്യ മഹാപ്രഭുവിനായിരുന്നു. ഭാവത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ട് ഈ വൃന്ദാവനത്തിലൂടെ കൃഷ്ണൻ ഓടി നടന്നു എന്നുള്ളത് ആധുനിക ലോകത്തിന് തെളിവോടുകൂടി കാണിച്ചു കൊടുത്തു തൻ്റെ അനുഭൂതിയിലൂടെ ചൈതന്യ മഹാപ്രഭു. ശ്രീരാമകൃഷ്ണദേവൻ ആ വൃന്ദാവനത്തിലൂടെ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കൃഷ്ണ എല്ലാം പഴയതുപോലെയുണ്ടല്ലോ, ഞാൻ ആ കാളിന്തി കണ്ടു, ആ വൃന്ദാവനം കണ്ടു, ആ കാളിയൻ്റെ കട്ട് കണ്ടു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ശ്രീരാമകൃഷ്ണദേവനെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പണ്ടൊരു അക്രൂരൻ അവിടെ ചെന്ന് അമ്പാടിയിലെ മണ്ണുവാരി ശരീരത്തിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മള്ളിയൂർ തിരുമേനി പോയപ്പോഴും അത് തന്നെ ചെയ്തു. രണ്ടിൻ്റെയും പുറകിൽ പ്രേരകമായി നിന്നത് ഈ നിരന്തരമായ ഭഗവത് സ്മരണയായിരുന്നു. ഓർക്കുക, ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടെ നാദം കേട്ടു. ആ ശബ്ദം കേട്ട് അദ്ദേഹം സമാധിസ്ഥനായി. സമാധിയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ചോദിച്ചു, എന്തു പറ്റി അങ്ങേക്ക്, എന്താ ഉണ്ടായത്? ആ ഉടുക്കിൻ്റെ ശബ്ദം കേട്ടില്ലേ? ഉവ്വ്, ആ ഉടുക്ക് എന്തിൽ നിന്നുണ്ടായി? പശുവിൻ്റെ അകിടിലെ തോലുകൊണ്ടാണ് ഉടുക്കിൻ്റെ ആ ചെണ്ടയുടെ ഒരു വശം പൊതിയണത്. ഈ പശു ആരുടെ കൂട്ടുകാരനായിരുന്നു? കൃഷ്ണൻ്റെ കൂട്ടുകാരനായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ പൈക്കള ഓർമ്മ വന്നു. പൈക്കള ഓർമ്മ വന്നപ്പോൾ ഭഗവത് സ്മരണയുണ്ടായി, ഞാൻ സമാധിസ്ഥനായി. ഈ ഭാവം കുറച്ച് നേരമെങ്കിലും ഒന്ന് കണ്ണടച്ച് ഭഗവാനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരുത്തിനല്ലേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവരെ അദ്ദേഹത്തിന് എന്തോ മനോരോഗമായിരുന്നോ തോന്നുന്നു, അതാണ് ഇങ്ങനെ നിന്ന നിപ്പിൽ ബോധം കെട്ട് വീടെന്ന് പറയും. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ചിത്തം കാമഗന്ധഹീനമായാലാണ് ഗോപിയുടെ ഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗോപീഭാവം മനസ്സിലാക്കണമെങ്കിൽ ചിത്തം കാമഗന്ധഹീനമാകണം. ഇനി ഇവിടെ വള്ളിക്കാവിൽ അമ്മ ആദ്യകാലത്ത് കൃഷ്ണഭക്തിയായിരുന്നു. ഇപ്പം അല്ല എന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. കൃഷ്ണോപാസന നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം അന്ന് അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ആ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. കടൽ കാണുമ്പോൾ എല്ലാം മറന്നിരിക്കും. പിന്നീട് നമ്മൾ കടലിലെ നീലിമ കണ്ടപ്പോൾ കൃഷ്ണനെ വർണ്ണിച്ചിട്ടുള്ളത് എന്താണ്? നീല നിറം. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാർമേഘം കാണുമ്പോൾ തുള്ളിച്ചാടണം തോന്നും. പെണ്ണല്ലേ, തുള്ളിച്ചാടി അതിന് അഡീഷണൽ അടിയും കൂടെ കിട്ടും. അപ്പോൾ ഒരു കൃഷ്ണ, നിന്നെ ഓർത്തിട്ട് എനിക്ക് കിട്ടുന്നത് മുഴുവനും ഈ അടി ഇടിയും ചതയും മാത്രമാണല്ലോ എന്ന് തോന്നും. ഒരു ദിവസം നോക്കുമ്പോൾ കാണാം 10-12 വയസ്സ് ഈ അമ്മ മെലിഞ്ഞുണങ്ങിയിരുന്നത്. 14-15 വയസ്സുള്ളപ്പോൾ കണ്ടാൽ 8-10 വയസ്സുള്ള കുട്ടിയുടെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അമ്മ തന്നെ പറയണ്ട, അതേ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നെ എല്ലാവരും അമ്മ എനിക്ക് ആകപ്പെടെ നാണക്കേടായിപ്പോയി. ഈ കണ്ട 10-22 വയസ്സുള്ളെങ്കിൽ 10-15 വയസ്സുള്ള ശരീരമുള്ളൂ. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ ശരീരം ഒന്ന് വലുതാക്കി ഇത്രയും പിള്ളേരുടെ അമ്മയ്ക്ക് ഇത്രയും തടി മതിയോ എന്ന് ചോദിച്ചു. ആ സങ്കല്പമാണ് ഇന്ന് കാണുന്ന അമ്മയുടെ രൂപത്തിലേക്ക് അമ്മയുടെ ശരീരം എത്തിച്ചത്. അപ്പോൾ അന്ന് ആ തെരുവിലൂടെ, ആ പറയക്കടവിൻ്റെ അല്ല, ഇപ്പുറത്തെ ആ കടലിൻ്റെ ഭാഗത്തുള്ള, ഇപ്പോൾ ഇന്ന് ആ സ്ഥലം എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, അവിടെ കെട്ടിടങ്ങളായി. അതിലൊരു ചെറിയ ആൽവൃക്ഷമുണ്ട്. ഒരു കൈത്തണ്ടയുടെ വണ്ണമേ ഉള്ളൂ. അതിൽ പിടച്ചു കയറി അതിൻ്റെ കമ്പിൽ അനന്തശയനം പോലെ കിടക്കുമായിരുന്നു ഈ 10-14 വയസ്സായ പെൺകുട്ടി. ആ മൊത്തം ആൽവൃക്ഷത്തിന് ഒരാളെ താങ്ങാൻ ശക്തിയില്ല. അപ്പോൾ അതിൽ കയറി അതിൻ്റെ ചില്ലയിൽ ഇതെങ്ങനെ കയറുന്നു എന്നറിയില്ല. കാരണം പണ്ട് കണ്ണൻ ആലിൽ കയറി കൂട്ടുകാരൊപ്പം കളിച്ചു നടന്നല്ലോ എന്ന് ഈ ആൽവൃക്ഷത്തെ കണ്ടപ്പോണ്ടായ സ്മരണ ശക്തി, അതുമാതിരിയുള്ള ആ കൃഷ്ണസ്മരണയിൽ ആമഗ്നകളായിരുന്നു ഗോപസ്ത്രീകൾ. കൃഷ്ണലാഭത്തിനായി അവർ എല്ലാം, പതിയെ, മക്കളെ, ധനം, ലാഭം, മാനം, ലജ്ജ, ലോകഭയം ഇതെല്ലാം ഉപേക്ഷിച്ച മനോനിലയിരിക്കുന്ന ആ ഗോപസ്ത്രീകൾ.
5 or 6 വയസ്സ് ഉണ്ണികൃഷ്ണന്. അങ്ങനെ ആ ശരത്കാലം വരികയാണ്. കാലം തെളിഞ്ഞു, താമരപ്പൂ ഗന്ധം പേറുന്ന കാറ്റ് അവിടെയെല്ലാം വീശിയടിക്കുന്നു. ആ സമയത്ത് കണ്ണൻ മയിൽപ്പീലി ചൂടി, കാതിൽ കൊന്നപ്പൂ തൂക്കി, കനക നിറമുള്ള പട്ടും ധരിച്ച്, രാമനോടൊപ്പം കൂട്ടുകാരോടൊപ്പം പൈക്കളെയും വെച്ചുകൊണ്ട് എങ്ങോട്ട് യാത്രയായി? വൃന്ദാവനത്തിലേക്ക് യാത്രയായി. ആ സമയത്ത് എല്ലാവരെയും മോഹിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ആ മന്മഥവികാരം ഉണർത്തുന്ന, തൻ്റെ ഉള്ളിലുള്ള, അവരുടെ ഉള്ളിൽ സുപ്തമായി കിടക്കുന്ന ഭക്തിയുടെ മുകളിൽ ആവരണമായി കിടക്കുന്ന ആ മന്മഥനെ കൂടി തട്ടി ഉണർത്തക്ക വിധത്തിൽ ഭഗവാൻ വേണുനാഥം മുഴക്കി. അത് കേട്ടപ്പോഴത്തേക്കും ഗോപസ്ത്രീകളങ്ങൾ തരളിതയായി. അവർക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമായി. തദ്വർണ്ണ ഇതുമാരബ്ധ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്ത മനസോ നൃപാ. തത് വർണ്ണയിതും, അതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചേ ഉള്ളൂ. ആ ശ്രമം വന്നപ്പോഴത്തേക്കും തൊണ്ടയിൽ ഒരു പിടുത്തം അനുഭവപ്പെട്ടു. കൃഷ്ണസ്മരണ അങ്ങ് വന്നു. കൃഷ്ണൻ തൻ്റെ സമീപത്തുണ്ടെന്ന് തോന്നുന്നു. അശക്കൻ, അവർക്ക് കഴിഞ്ഞില്ല. എന്താണ്? വിക്ഷിപ്ത മനസാ നൃപ. അല്ലയോ രാജാവേ, മനസ്സങ്ങ് ഇളകിയിട്ട് വ്യാകുല ചിത്തകളായിട്ട് അവർക്ക് കൃഷ്ണൻ്റെ കാര്യം പറയാൻ പോലും സാധിച്ചില്ല. വൈഷ്ണവത്തെ രാമതിരുമനസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനിൽ നിന്ന് മന്ത്രോപദേശം മേടിച്ച ആളാണ്. ഒരിക്കൽ തിരുനഗര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം സപ്താഹത്തിന് വന്നപ്പം അദ്ദേഹത്തെ പരിചരിക്കാനൊരു ഭാഗ്യമുണ്ടായി. അന്ന് അവിടെ ഒരു കൊച്ചുമുറി കിടക്കുമ്പം പാദം ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനിയോട് ചോദിച്ചു, ആ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് അങ്ങയുടെ ഗുരുനാഥൻ ശിഷ്യൻ പറഞ്ഞു ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കിടക്കുകയാണ്. പറയാലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തൊണ്ടയിടറി. ഈ മുണ്ട് ഉണ്ടായിരുന്നു, ഉടുമുണ്ട്, അതങ്ങഴിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു, വായിച്ചു പഠിച്ചോളൂ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടന്നു. വൈഷ്ണവത്തെ രാമൻ തിരുമേനി ഞാൻ പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഗോപസ്ത്രീകൾക്ക് എന്താണ്, അവർക്ക് ആ വ്യാകുല ചിത്തയായി ഭഗവാനെ സ്മരിക്കാൻ പോലും സാധ്യമായില്ല. എങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഒരു ഗോപി പറഞ്ഞു, ഇപ്പോൾ കൃഷ്ണൻ കൂട്ടുകാർക്കൊപ്പം കളിയാടി മുരളിയൂതി നടക്കുകയായിരിക്കും. കണ്ണിന് ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ. എന്താണ് ആ പ്രയോജനം? കൃഷ്ണനെ കാണുക. സിനിമാ പാട്ടില്ല, കണ്ണിനെ കാണാത്ത കണ്ണെന്തിനാന്ന് പറയില്ലേ? അത് എഴുത്തച്ഛൻ പറയും, കണ്ണുകൾക്കുള്ള ഫലം വേണമെങ്കിലോ കണ്ണനെ കാണാതെ വന്നുകൂടാ ദൃഢം. കണ്ണും കൊണ്ടൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഭഗവാനെ കാണുക. അല്ലാത്ത കാഴ്ചയൊന്നും ഈ കണ്ണിന് വേണ്ടിയിട്ടുള്ളതല്ല. സൂർദാസിൻ്റെ കഥയിൽ, ഇത് പിന്നീടുള്ള ഭക്തന്മാരുടെ കഥയിൽ നമുക്കിത് കാണാം. സൂർദാസ് ഒരിക്കൽ നാമം ജപിച്ച് നടക്കുമ്പോൾ ആ തിരുനാമ ജപം കേട്ട് ശ്രീകൃഷ്ണൻ ഇരിക്കപ്പുറതില്ലാതെ ശ്രീകൃഷ്ണൻ സൂർദാസിൻ്റെ അടുത്തെത്തുകയാണ്. കൂട്ടത്തിൽ രാധയും വന്നു. പോകണ്ട, ഭക്തന്മാർ അപകടകാരികളാണ് രാധേ, ഞാൻ പോയിട്ട് വരാമെന്ന് ഭഗവാൻ രാധാദേവിയോട് പറഞ്ഞു. അങ്ങ് എവിടെ പോയാലും എനിക്ക് കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സൂർദാസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അടുക്കണ്ട, അടുത്താൽ പിന്നെ എന്നെ വിടില്ല. അതാണ് പ്രശ്നം. രാധാദേവി പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ഭയന്നാലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ലേ അദ്ദേഹത്തിന് സൂർദാസിന്. പതുക്കെ അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം മനസ്സെ ഏകാഗ്രമാക്കിയപ്പം രാധാദേവിയുടെ നൂപുരത്തിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, എന്തായി, എൻ്റെ അടുത്ത് ആരോ വന്നിട്ടുണ്ട്. ഭഗവാൻ അറിയാൻ എൻ്റെ അടുത്ത് ആരും വരില്ല. ഏതെങ്കിലും പരമഭക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോപസ്ത്രീകളായിരിക്കാം. അതിങ്ങനെ ഏകാഗ്രമായിട്ട് നാമം ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സൂർദാസിൻ്റെ കണ്ണ് പൊത്തി കാണിക്കാം, കണ്ണ് കാണില്ലെങ്കിലും കണ്ണ് പൊത്താന്ന് പറഞ്ഞുകൊണ്ട് രാധാദേവി പുറേ ചെന്ന് കണ്ണ് പൊത്താൻ തുടങ്ങുമ്പോഴത്തേക്കും കാഴ്ചയില്ലാത്തവർക്ക് മൂക്കും കാതും ഇരട്ടി ശക്തിയാണ്. ചാടി പാദത്തിലൊരു പിടുത്തം പിടിച്ചു. രാധാദേവി കുതിരി മാറി ആ ഒരു നൂപുരം കയ്യിലിരുന്നു. പറഞ്ഞു, എനിക്ക് ആ നൂപുരം വേണം. സൂർദാസേ, എനിക്ക് തരൂ, എനിക്ക് കൃഷ്ണൻ ചാർത്തി തന്നതാ.
അത് അങ്ങാരാ? ഞാൻ രാധാദേവി. കണ്ണില്ലാത്ത എൻ്റെ മുമ്പിൽ തൊട്ട് രാധാദേവി അതാ ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെയാണ് വിശ്വസിക്കുക? എനിക്ക് ഉറപ്പില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ശ്രീകൃഷ്ണൻ ചോദിച്ചു, കണ്ടോ പോകരുത്, ഈ ഭക്തന്മാർ അപകടകാരികളാണെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, ഞാൻ വളരെ ദൂരെ മാറിയ സൂര്യദാസിൻ്റെ അടുത്ത് നിൽക്കാറുള്ളൂ. അടുത്ത് ചെന്നാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ സൂര്യദാസ് രാധാദേവി കേഴാൻ തുടങ്ങി, എനിക്കത് തരൂ. ഞാൻ എങ്ങനെ തരും? എനിക്കൊന്ന് ഉറപ്പാക്കണ്ടേ. ശരി, എന്നാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങക്ക് എന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് രാധാദേവി പറഞ്ഞു. ആ വാക്ക് പാഴാവില്ല. ആ വാക്ക് കേട്ടതും ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കാഴ്ചയായി. രാധാദേവിയെ കണ്ടു, ഭഗവാനെ കണ്ടു, ആനന്ദ കണ്ണീരൊഴുക്കി ഇത് ദേവിക്ക് തിരിച്ചു കൊടുത്തു. ഭഗവാൻ അനുഗ്രഹിച്ചു. ഇനി എന്താ വേണ്ടേ സൂര്യദാസേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ പോലെ എൻ്റെ കണ്ണങ്ങട് കാഴ്ചയെല്ലാം ഉണ്ടാക്കി തന്നാൽ മതി. അപ്പോൾ ചോദിക്കേണ്ട അതെന്താ അങ്ങ് അങ്ങനെ പറഞ്ഞത്? ദേവി ചോദിക്കുക, ഇനി ഇതിൽ കൂടുതലൊന്നും കാണാനില്ല. അക്ഷണ്ണതാ. കണ്ണെന്തിനാ? കണ്ണുള്ളവൻ കാണേണ്ടതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കാണാൻ അവർക്ക് തോന്നില്ല. അതാണ് ഗോപസ്ത്രീകൾ പറഞ്ഞത്. കണ്ണുകളുടെ ആ കണ്ണുണ്ടായതിൻ്റെ ഫലം പിന്നീട് ഭഗവാൻ തിരിച്ചു പോകുമ്പം ഭഗവാന്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നാണ് ആ ശ്രീ മഹാഭക്ത വിജയത്തിൽ ഈ കഥ പറയുമ്പോൾ പറയുന്നത്. അങ്ങനെ തിരിച്ചു പോയി. ഈ സമയത്ത് മറ്റൊരു ഗോപി പറഞ്ഞു, നോക്കൂ, ആ ഓടക്കുഴലിൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തപസ് ചെയ്തിട്ടാണ് ഇത്രയൊരു മഹാഭാഗ്യം ആ ഓടക്കുഴലിന് കിട്ടിയത്? അത് ഭഗവാന്റെ അധരത്തിലിരുന്ന് ആ അധരാമൃതം അതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പറയുമ്പോൾ പുട്ടപ്പുറത്തിൽ കിടന്നൊരു സംഭവമുണ്ട്. ഒരു കുട്ടി എന്ന് സ്വാമിയോട്, സ്വാമി എപ്പോഴും എന്നെ കൂടെ ചേർത്ത് നിർത്തണം. എനിക്കെന്താ ഗുണമെന്ന് ചോദിച്ചു. സ്വാമി, ഇല്ല, സ്വാമിക്ക് ഗുണമില്ല, എനിക്ക് ഗുണമുണ്ടല്ലോ. നിൻ്റെ പേരെന്താ? സ്വാമി, മുരളീധരൻ. എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ എന്നല്ലേ വാക്കിൻ്റെ അർത്ഥം? ഓടക്കുഴൽ വന്ന് പോർത്താ. അതെ, അങ്ങനെ നിന്നെ ഞാൻ എൻ്റെ കൂടെ നടക്കണമെങ്കിൽ നീ ഓടക്കുഴൽ പോലെയാകുക. ഭഗവാൻ പറയാം, ഓടക്കുഴലിന് 9 ദ്വാരമുണ്ട്, നിൻ്റെ ശരീരത്തിൽ 9 ദ്വാരമുണ്ട്. പക്ഷെ ഓടക്കുഴലിൻ്റെ അകത്ത് ഒന്നുമില്ല, നിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നിനക്കറിയാം. അത് മുഴുവനും നീ കളഞ്ഞിട്ട് വരിക, നിന്നെ ഞാൻ എൻ്റെ എളിയിൽ വയ്ക്കാം. അപ്പോൾ ചോദിച്ചു, അത് കളയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, എന്നെ ഓർക്കുക, ഈശ്വരനെ ഓർക്കുക, ഈശ്വര കഥകൾ കേൾക്കുക, നിൻ്റെ ഉള്ളിൽ തന്നെ ഒഴിഞ്ഞോളും. അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് ഭഗവാൻ. അഹംഭാവത്തിൻ്റെതായ സന്തതികളെ മുഴുവൻ പറഞ്ഞ് ഇതൊഴിഞ്ഞാൽ, ഇത് ഒഴിയലാണ് ഭഗവാന്റെ തൃക്കൈയിലെത്താനുള്ള ഒരേ ഒരു യോഗ്യത. ഇത് പറയുമ്പോൾ അവർ പറയണം, നോക്കൂ, ആ വൃക്ഷങ്ങളെ നോക്കൂ, അത് ഇല ഒഴിക്കുകയാണ്, ആനന്ദ കണ്ണീരൊഴുക്കുക. എന്തിനാ കണ്ണീരൊഴുക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഏതാ ഈ ഓട, ഈ മുളങ്കാട്, ഈ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ വരുമല്ലോ. പണ്ട് ഈ കല്യാണ സൗന്ദര്യത്തിൽ ഇവിടെ കുഞ്ഞിനമ്പേര് എൻ്റെ ഹനുമാൻ സ്വാമി അവിടെ വൃദ്ധനായിട്ട് കിടക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു ഹനുമാൻ എന്നൊക്കെ പേരുണ്ടെന്ന് പറയുമ്പം ഭീമസേനൻ പറയും, പക്ഷികളിലുണ്ടു ഗരുഡനെന്നോർത്തിട്ടു മക്ഷികക്കൂട്ടം മതിക്കും കണക്കിനെ. ഈച്ച പറയാണ് എൻ്റെ ബന്ധുവാണ് ഗരുഡൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം നിൻ്റെ ബന്ധുവാണ് ആര്? ഹനുമാൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുലത്തിൽ ഒരു മഹാത്മാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുലത്തിൻ്റെ വേരുകൾ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അതിലൂടെ എല്ലാം അനുഗ്രഹം ചെത്തിയിരിക്കും. ആണ് ആ വൃക്ഷങ്ങളെല്ലാം ആനന്ദക്കണ്ണീര് പൊഴിക്കുകയാണ്, ഈ ഇലകൾ പൊഴിച്ചുകൊണ്ട്. അതിൻ്റെ ലക്ഷണമായ അതാണ് എന്നിവർ സങ്കല്പിക്കുകയാണ്. കാരണം നോക്കൂ, നമ്മുടെ കൂട്ടത്തിലുള്ളല്ലേ, നോക്കൂ, ആ അരുവിക്കെത്ര ആനന്ദമാണ്. ഈ മുളങ്കാടിന് ജലം കൊടുത്തത് നമ്മളല്ലേ? അങ്ങനെ നമ്മൾ കൊടുത്ത് പരിപാലിച്ച് വളർത്തിയ ഈ മുളങ്കാടല്ലേ ഇന്ന് കൃഷ്ണൻ്റെ കയ്യിലിരുന്ന് ഈ വേണുഗാനം നമുക്കായി സമ്മാനിക്കുന്നത്? ഒരു കുലത്തിൽ ഒരു നന്മയുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുലത്തിൻ്റെ 7 തലമുറ മുകളിലേക്കും 7 തലമുറ താഴേക്കും അനുഗ്രഹിക്കുമെന്നുള്ളതിൻ്റെ കൂടി അർത്ഥമല്ലേ ഇത്? നേരെ തിരിച്ചും വരാട്ടോ അല്ലേ? ഒരാൾ ഒരു അസുരവിത്താണ് എങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. ഭഗവാൻ ബാബ ആഫ്രിക്കയിൽ ചെന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത്
ഈ തൊട്ടതിൻ്റെ ഇത് പറയുമ്പോൾ പറയാ, ആഫ്രിക്ക പോയിട്ട് തിരിച്ചു പോകുമ്പം ഒരാൾ മനസ്സ് വിചാരിച്ചു 10-15 ദിവസം ഇവിടെ ഉണ്ടായിട്ട് ഒന്നും പോയി കാണാൻ സാധിച്ചില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി. അദ്ദേഹം ചെന്നപ്പം സ്വാമിയുടെ വിമാനം പറന്നു പൊങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാതെ ദുഃഖമായി. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ആ വിമാനം രണ്ടാമതിറക്കി അവിടുന്ന് സ്വാമി ദർശനം കൊടുത്തൊക്കെ കഥ. ഇദ്ദേഹം പിന്നീട് പുട്ടപ്പുറത്തേക്ക് എഴുതിയൊരു കത്തിൽ പറയുകയാണ്, ഭഗവാൻ കടന്നു പോയപ്പോൾ തൊട്ട ആ ഗോവണിയിലെ പടിയുണ്ടല്ലോ, അതിൽ തൊട്ടവനാണ് ഞാൻ. ആ മെറിറ്റ് വച്ചാണ് അങ്ങക്ക് ഞാൻ കത്തെഴുതുന്നത്. എല്ലാ കാലത്തും ഭക്തിയുടെ ഭാഷ ഇത് തന്നെയാണ്. മറ്റൊരു ഗോപി പറഞ്ഞു, നോക്കൂ, വൃന്ദാവനം ഭൂമിക്ക് തന്നെ യശസ്സുണ്ടാക്കിയിരിക്കുന്നു. കാരണം എന്താണ്? ഈ ഭഗവാന്റെ തൃപ്പാദ ദർശനം കൊണ്ട് പുളകം കൊണ്ടതാണ് ഈ ഭൂമി, ഈ വൃന്ദാവനം. ആ വൃന്ദാവനം ഭൂമിയിലായതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും ഭൂമിദേവി അറിയപ്പെട്ടിരിക്കുന്നു, കീർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു ഗോപി പറഞ്ഞു, ഇപ്പോൾ ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് മാൻപേടകൾ ഇങ്ങനെ കണ്ണുമിക്കാതെ കണ്ണുകൊണ്ട് ആരാധിക്കുകയായിരിക്കും. അതിമനോഹരമായി അലങ്കരിച്ച് ആനന്ദത്തോട് നിൽക്കുന്ന ആ കൃഷ്ണനെ കണ്ട് ആരാധനയോടുകൂടി അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ ഓടക്കുഴൽ നാദത്തിൽ നിന്നും ഉണ്ടായ സങ്കല്പങ്ങളാണ് ആ വിപ്രലംബ ശൃംഗാരത്തിൻ്റെ സ്മരണയുടെ തീവ്രത. മറ്റൊരു ഗോപി പറഞ്ഞു, ആകാശത്തിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, അതിൽ ദേവസ്ത്രീകൾ ഇരിപ്പുണ്ട്. ഈ വേണുഗാനം കേട്ട് മദനതാപത്താൽ അവരുടെ മുടിക്കെട്ട് അഴിഞ്ഞതും അതിൽ വച്ചിരുന്ന പൂക്കൾ ചിതറി താഴെ വീണതും അവരുടെ വസ്ത്രം കിഴിഞ്ഞു പോയതുപോലും അവർ അറിയുന്നുണ്ടാവില്ല. അവർ ആ ഭഗവത് സ്മരണയിൽ ലയിച്ചിരിക്കുകയാണ്. മറ്റൊരു ഗോസ്തി പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ, അവിടെ ഇപ്പോൾ വൃക്ഷത്തിരിക്കുന്ന പക്ഷികൾ ചലിക്കുന്നുണ്ടാവില്ല. അത് പക്ഷികളല്ല, അവരൊരു പക്ഷേ ഋഷികളായിരിക്കും, ഋഷീശ്വരന്മാരായിരിക്കും. അല്ലെങ്കിൽ സദാ ചിലച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾക്ക് എങ്ങനെ ഇങ്ങനെ നിശബ്ദമായി ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കാൻ സാധിക്കും? പുണ്യസ്ഥലങ്ങളിൽ വരുന്ന മൃഗങ്ങളൊക്കെ മൃഗങ്ങളുമാകാം, അല്ലാതെ ആകാം. എല്ലായിടത്തും അങ്ങനെയാട്ടോ, പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങളിൽ. ആദ്യകാലത്ത് വള്ളിക്കാവിൽ 2 ഇണപ്രാവുകൾ നാമം ജപിക്കുമ്പോൾ വരും, കൃത്യസമയത്ത് വരും. നാമം ജപിച്ച് കഴിഞ്ഞ് ഇവർ പോവും. ഇത് കുറേ കാലം 1-2 മാസം നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നാരും അവിടെ സന്യാസിമാരെല്ലാം സാധകരാണുള്ളത്. അതിലൊരാൾ പറഞ്ഞു, അമ്മ ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് അവിടെ വന്നിരിപ്പുണ്ടല്ലോ, ഇവർ കൃത്യമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊരു കൂട് ഒരുക്കി കൊടുത്താലോ? മകളെ, അത് പക്ഷികളല്ല, അത് ഋഷീശ്വരന്മാരാണ്. ഈ ഭൂമി, ആ വള്ളിക്കാവിരിക്കുന്ന ഭൂമിയോട് പറയുന്നത്, ഇത് 1000-800 വർഷം മുമ്പ് മഹാക്ഷേത്രങ്ങൾ നിലനിന്ന സ്ഥലമാണ്. ആ തപോഭൂമിയിൽ ഉതിരുന്ന ഈശ്വര നാമസങ്കീർത്തനം കേൾക്കാൻ വന്നിരിക്കുന്നവരാണവർ. എല്ലാ കാലത്തും ഇത് സത്യമാണ്. ഇത് സത്യമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സനാതനധർമ്മത്തിന് വീക്ക്നെസ് വന്നിട്ടുണ്ട്, ദുർബലത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട്. അത് നല്ലതാണ്. എന്താണെന്നറിയോ, നമുക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അവർക്കും അറിയാൻ പറ്റും, നമുക്കും അറിയാൻ പറ്റും. ഇങ്ങനെ ജീവനുണ്ടോ എന്ന് പറയുന്നത്, ഡോക്ടർമാർ നമ്മളെ കാണുമ്പോൾ അവരൊരു വടി കൊണ്ട് ഇവിടെ മുട്ടിനോട്ടൊക്കെ തട്ടണാണാൻ മേലെ. അപ്പോൾ എന്താ, ഇതിങ്ങനെ തെറിക്കും. അവർ പറഞ്ഞ് എന്താ റിഫ്ലക്സ് റിയാക്ഷൻ, ഇത് കയ്യും കാലൊക്കെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. കാലിൻ്റെ അടിയിൽ ഇങ്ങനെ മാന്തില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ അടിക്കില്ലേ, അതിൻ്റെ അർത്ഥം എന്താ, പേടിക്കേണ്ട, ചലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ജീവനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരെ എപ്പോഴൊക്കെ ഞോണ്ടുന്നുണ്ടോ അന്നേരമൊക്കെ ഈ സനാതനധർമ്മം സടകുടഞ്ഞ് എഴുന്നേക്കാനുള്ള പ്രേരക ശക്തിയാണത്. പക്ഷേ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നമ്മളിത് ആചരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ശരിയായ ജീവൻ എന്നുകൂടി തിരിച്ചറിയുക. മറ്റൊരു ഗോപശ്രീ പറഞ്ഞു, നോക്കൂ, ആ വേടസ്ത്രീകൾ അവരെത്ര ഭാഗ്യവതികളാണ്. കാരണം ശ്രീകൃഷ്ണപാദത്തിലെ കുങ്കുമം പുരണ്ട ആ പാദങ്ങൾ കൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിലൂടെ നടന്നപ്പോൾ അത് ആ കാട്ടിലൂടെ നടക്കുമ്പോൾ കാട്ടിലെ പുല്ലുകളിൽ ഇത് പറ്റി പിടിച്ചിട്ടുണ്ട്. അതെവിടെ നിന്ന് ഭഗവാന് കിട്ടി? ഗോവസ്തികൾ അവരുടെ നെഞ്ചിൽ വച്ചിട്ട്.
6 വയസ്സുള്ള ഭഗവാനെടുത്തിട്ട് ഡെയിലിയിട്ട് നെഞ്ചത്ത് ചവിട്ടിച്ചിട്ട് വിടുകയാണോ? അതാണ് ഈ രാധാദേവിയുടെ കഥ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കൽ രാധാദേവി രുക്മിണി ദേവിയെ കാണാൻ വന്ന സന്ദർഭം വന്നപ്പോൾ ചോദിച്ചു, രാധേ, ആ ചെറുപ്രായത്തിലെ കൃഷ്ണൻ്റെ കഥ കുറച്ചൊക്കെ പറയാവോ? അപ്പം അത് പറയാനാണല്ലോ രാധാദേവിക്ക് ഇഷ്ടം. പിന്നെന്താ പറയുക, രുക്മിണി ദേവിക്ക് ഭഗവാൻ യൂത്തായതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ, ചെറുപ്പത്തിലെ കാര്യം അറിയില്ലല്ലോ. അവർ എന്നാൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് തിളച്ച പാൽ കൊണ്ടുവരാൻ പറഞ്ഞു, ആറ്റിക്കരുതെന്ന് പറഞ്ഞു. അത് പതുക്കെ കുടിച്ച് പറയുമ്പോൾ അത്ര നേരം അവിടെ ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. തിളച്ച പാൽ കൊണ്ടു കൊടുത്തു. തിളച്ച പാലവിടെ കൊണ്ടു വെച്ചു. രാധ കുടിച്ചോളൂ, ചൂടുണ്ട്, സൂക്ഷിക്കണോട്ടോ തന്നു. കഥ പറയുമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് രാധാദേവി ഇതെടുത്ത് ഒറ്റയടിക്ക് വിഴുങ്ങുകയും ചെയ്തു. രുക്മിണി ദേവി ഇങ്ങനെ വിഴുങ്ങസിയാതിരുന്ന് പോയി. അത് കഴിഞ്ഞ് രാധാദേവി കഥയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി. ശ്രീകൃഷ്ണഭവൻ വൈകുന്നേരം വരുമ്പോൾ കാല് നിലത്ത് കുത്താതെ വരുന്നതെന്നാണ് പറയണേ. ഇങ്ങനെ പ്രാഞ്ചി വന്നു. എന്താ പറ്റിയ കാല് മുഴുവൻ പൊള്ളി ദേവി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഊഞ്ഞാൽക്കെട്ടിൽ ഇരുന്നിട്ട് അപ്പം കാല് എടുത്ത് നോക്കിയപ്പോൾ കാലിൻ്റെ തൃപ്പാദത്തിൻ്റെ അടിവശം മുഴുവൻ ഇങ്ങനെ കൊമളച്ചിരിക്കുക. ഭഗവാനെ എന്തു പറ്റി? പാദങ്ങളൊന്നും ധരിച്ചില്ല. എന്താ പറ്റി? എൻ്റെ രാധയെ എൻ്റെ രുക്മിണി ദേവി ഭഗവതി ഈ ചൂടുപാല് രാധയ്ക്ക് കൊടുത്താൽ ഇത് കുടിച്ചിട്ട് എങ്ങടാ വീഴണേ? ആ ഹൃദയത്തിൽ ഞാനല്ലേ ഉള്ളൂ, അത് മുഴുവൻ എൻ്റെ ഭാഗത്തിലേക്കാണ് വീണത്. ഇങ്ങനെ തന്നെയല്ലേ പ്രഹ്ലാദകുമാരൻ വിഷം കുടിച്ചപ്പോഴും സംഭവിച്ചത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ നമ്മളൊന്ന് അർച്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ അർച്ചനാകുസുമം എവിടെ വീഴും? അതല്ലേ മഞ്ജുള ആലിനെ കുറിച്ച് നമ്മൾ പറയുന്ന കഥ. ഇവിടെ ചേർത്തത് അവിടെ വീഴുമെങ്കിൽ ആ ഗോപസ്ത്രീകളുടെ മനസ്സിൽ മുഴുവനും അവർ നടത്തുന്ന കുങ്കുമം കൊണ്ട് ഒരുപക്ഷെ ഭഗവാന്റെ കാല് കഴുകിക്കളയാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പടർന്ന് കിടക്കുന്ന പുല്ലിൽ ചവിട്ടി അവിടെ ആ കുങ്കുമം കണ്ടപ്പോൾ അത് തങ്ങളുടെ മാറിൽ തൂത്ത് അതിൽ ആനന്ദം കൊണ്ട് അഭിരമിക്കുകയായിരിക്കാം ഇപ്പോൾ ആ പുളുന്തികൾ, വേടസ്ത്രീകൾ എന്ന് ഗോപസ്ത്രീകൾ പറഞ്ഞു. ആ ഗോവർദ്ധനമാണ് ഭഗവാന്റെ ഉത്തമദാസൻ. കാരണം സദാ ഭഗവാന്റെ പാദസ്പർശം, തൻ്റെ ഗുഹകളിൽ ഭഗവാൻ ഇരിക്കാനുള്ള സംവിധാനം, വെള്ളം, പശുക്കൾക്ക് പുല്ല്, ഫലങ്ങൾ എല്ലാം കൊടുത്ത് ഇങ്ങനെ ആ ഭഗവാനെ പ്രാപിച്ച ആ ഗോവർദ്ധനം തന്നെയാണ് ഈ ദാസന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ. ആ വേണുഗാനത്തിൽ ഇങ്ങനെ സ്മരിച്ചു പോയി. അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപസ്ത്രീകൾ ഭഗവാനെ സ്വന്തമായി കിട്ടാൻ ഒരു വ്രതമെടുക്കാൻ തീരുമാനിച്ചു. ഹേമന്തകാലത്തിലെ ആദ്യ മാസം, ഏതാണ്ട് നവംബർ പകുതിയായിട്ട് വരും, ധനുമാസമായിട്ട് വരും. അപ്പോൾ തണുപ്പുണ്ടത്. ശ്രീലപ്രഭുകാർ പറയും ഇവർ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു. അരി, ചെറുപയറ്, പരിപ്പ്, കടുക് വറുക്കാത്തത്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒഴിവാക്കിയ ഭക്ഷണമാണ് ഗോപസ്ത്രീകൾ ആ ഒരു മാസക്കാലം കഴിച്ചത്. എന്തിന്? ശരീരത്തിനും മനസ്സിനും ശുദ്ധിയും ബുദ്ധിക്ക് ഇതും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരീരവും മനസ്സും ബുദ്ധിയാക്കി അവർ എന്തു ചെയ്തു? മഹാമായയെ, ദേവിയെ അർച്ചിക്കാനായിട്ട് തീരുമാനിച്ചു. അതിരാവിലെ യമുനാ ആപ്ലുത്യാംഭസി കാളിന്ത്യ ജലാന്തേ ചോദിതേരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുർ നിർവസൈഗതി. അവിടെ കുളിച്ച് കരയ്ക്ക് കയറി ആ മണൽ കൊണ്ട് ദേവീ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പൂക്കളും ഫലങ്ങളൊക്കെ പറിച്ചും നേദിച്ചും അവർ അമ്മയെ ആരാധിക്കാൻ തുടങ്ങി. ആ മഹാമന്ത്രം ഇതാണ്: കാത്യായിനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമഃ. ഈ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് ആ കന്യകമാർ ദേവിയെ ഉപാസിക്കാൻ തുടങ്ങി. അങ്ങനെ സുന്ദരമായി ഈശ്വരകൃപയാൽ അവർ ആ വ്രതം പൂർത്തീകരിച്ചു. നന്ദൻ്റെ പുത്രൻ തങ്ങളുടെ ഭർത്താവായി വരണേ എന്ന് എല്ലാ ഗോപസ്ത്രീകളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഒരു കാമുക ബന്ധമാണ്. എല്ലാ സ്ത്രീകളും കൂടി ഇരുന്നിട്ട് ഒരു ഭർത്താവിനെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതിനോടൊക്കെ വാശിയെടുക്കേണ്ട രീതിയിൽ വാശിയെടുക്കുക. ഇങ്ങനൊരു മാസം അവർ ആ വ്രതം ആചരിച്ചു. നന്ദപുത്രൻ ഭർത്താവായി വരണമേ എന്നായിരുന്നു അവരുടെ സങ്കല്പം. അങ്ങനെ അവർ ആ വ്രതം പൂർത്തീകരിച്ചു. ഒരിക്കൽ ഈ വ്രതം പൂർത്തീകരിച്ച ആനന്ദത്തിൽ അവർ യമുനയിൽ ഇറങ്ങി ഉടുവസ്ത്രമൊക്കെ ഉരിഞ്ഞ് കരയിൽ വച്ചിട്ട്
ഭഗവാന്റെ കഥകളും പാടി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവർ അതിലൂടെ നീന്തി കുളിച്ച് രസിച്ച് കളിക്കാൻ തുടങ്ങി. ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര വയസ്സേയാവൃതത്ര ഗത തത്കർമ്മസിദ്ധയേ. ആ 6 വയസ്സായ ഉണ്ണികൃഷ്ണൻ ആ സമയത്ത് തൻ്റെ കളിക്കൂട്ടുകാരുമായി, ആരാണ്? യോഗേശ്വരൻ. എന്തുകൊണ്ട് വ്യാസഭഗവാൻ ആ പദം ഉപയോഗിച്ചു? വേണ്ടവൻ തിരിച്ചറിഞ്ഞോട്ടെ, അങ്ങോട്ടിനി കുളിക്കടവിലേക്ക് പോകുന്ന ഉണ്ണിയാണ്. ആ ഉണ്ണിയുടെ ഭാവം എന്താണെന്നുള്ള വിവരം. അങ്ങനെ ആ സർവജ്ഞനായ ഭഗവാൻ അവിടേക്കെത്തി. താസാം വാസാം സ്യുപാദായ നീപമാരുഹ്യ സത്വരഃ ഹസദ്ഭി പ്രകസൻ ബാലൈ പരിഹാസമുവാചഹ. അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാളിന്തി തീരത്ത് കിടന്ന അവരുടെ വസ്ത്രങ്ങൾ, ഒരു വ്യാഖ്യാത പറഞ്ഞാൽ അവരുടെ വിഴുപ്പുകൾ, അതുപോലും ഭഗവാൻ അതൃപ്തി ഉണ്ടാക്കിയില്ല എന്നർത്ഥം. ഇതെല്ലാം എടുത്ത് മാറ്റി വച്ചിട്ട് അവിടെ കയറിയിട്ട് പരിഹാസത്തോടുകൂടി കളിയാക്കിക്കൊണ്ട് നർമ്മത്തോടുകൂടി ഭഗവാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കണേ, ഇങ്ങനെ കുളിക്കുന്നിടത്ത് ആര് വന്നിരിക്കുന്നു? നന്ദഗോപൻ്റെ പുത്രൻ വന്നിരിക്കുന്നു. തത്രാഗത്യാബലാകാമം സ്വം സംവാസപ്രഗൃഹ്യതാം സത്യം പ്രവാണിനോ നർമ്മ യദ്യൂയം വ്രതകർഷിതാ. നിങ്ങൾ തപസ് ചെയ്ത് അല്ലെങ്കിൽ വ്രതം എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കരയിലേക്ക് കടന്നു വരിക. സ്വം വാസപ്രഗൃഹ്യത, അവരവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളൂ. സത്യം ബ്രവാണി നോ നർമ്മ. ഞാൻ കളിവാക്ക് പറയണമൊന്നുമില്ല കേട്ടോ, സത്യം പറഞ്ഞതാ. ഇതിങ്ങനെ തമാശ പറഞ്ഞതല്ല. ഇങ്ങോട്ട് വരിക, എടുത്തുകൊണ്ട് പൊക്കോളുക. നാ മയോദിതാപൂർവം വാ അനർദം തതിമേ വിദുഹു ഏകൈകശ പ്രതീച്ഛബ്ദം സഹൈവോദ സുമധ്യമാ. അല്ലയോ സുന്ദരികളെ, എന്താണ്? ഞാൻ ഇതിനു മുമ്പ് നുണ പറഞ്ഞിട്ടേയില്ല. പറ്റിയ ആളാണല്ലോ പറയണേ. തെളിവ് ഇത് എൻ്റെ കൂട്ടുകാരുണ്ട്, സാക്ഷി എന്തായി? കൂട്ടുകാരാണ് സാക്ഷി ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് വന്ന് അവരവരുടെ വസ്ത്രം എടുത്തുകൊണ്ട് പൊക്കോളൂ, അല്ലെങ്കിൽ ഒന്നിച്ചു വന്നാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏവം ബ്രവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസഃ ആഗണ്ഡമഗ്നാശീതോദേ വേവമാനസ്തം അബ്രുവൻ. ഇപ്രകാരം ഭഗവാൻ പറഞ്ഞപ്പോൾ, നർമ്മത്തോടുകൂടി ഭഗവാൻ പറഞ്ഞപ്പോൾ, ആ ഭഗവാനിൽ ആകൃഷ്ടചിത്തകളായ ഗോപികൾ, ഭഗവാൻ ലയിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സ്. അല്ലാത്തൊരു രംഗത്താണെങ്കിൽ എത്ര വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഉണ്ടാകുന്ന രംഗമാണത്. ഇവിടെ വ്യാസഭഗവാൻ പറയുന്നു, ഭഗവാനിൽ ആകൃഷ്ട മനസ്സായി അവരെന്തൊരു ആ തണുത്ത വെള്ളത്തിൽ വിറച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഭഗവാനോട് പറഞ്ഞു, വിളിച്ച പേര് ശ്യാമസുന്ദര എന്നാണ്, കർമ്മക്കുട്ടാന്നല്ലേ. 2 സുന്ദരന്മാരാണ് നമുക്കുള്ളതെന്ന് പറയും. ഒരു വെളുത്ത സുന്ദരനും ഒന്നൊരു കറുത്ത സുന്ദരനും. വെളുത്ത സുന്ദരൻ ആരാ? മഹാദേവൻ. കറുത്ത സുന്ദരൻ കൃഷ്ണൻ. വെളുത്ത സുന്ദരനെ കണ്ടവരാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പുരന്ദരദാസ് കണ്ടിട്ടുണ്ട്, അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. പിന്നീട് ഗംഗാതീരത്ത് ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നുണ്ട്. ഈ ചിത ഇങ്ങനെ കത്തി ഉയരുമ്പോൾ ഭഗവാൻ സമാധിസ്ഥനാവുന്നുണ്ട് വള്ളത്തിൽ നിന്ന്. എന്താ കണ്ടേന്ന് ചോദിക്കും, പറയാണ്, ഓരോ ചിതയിലും മേലെ നിന്ന് അതിസുന്ദരനായൊരു വെളുത്ത യുവാവ്, ദേവി പാർവതി ആ ചിതയിൽ എരിയുന്ന ഓരോ ശരീരത്തിൽ നിന്നും ജീവനെ വേർപെടുത്തിയെടുത്ത് ജ്ഞാനമാകുന്ന ഇതുകൊണ്ട് മുറിച്ച് ആ ജീവനെ വേർപെടുത്തിയെടുത്ത് ആ വെളുത്ത യുവസുന്ദരൻ്റെ കയ്യിൽ കൊടുക്കുകയും ആ വെളുത്ത യുവസുന്ദരൻ ശ്രീപരമേശ്വരൻ ആ ജീവൻ്റെ കാതിൽ രാമമന്ത്രം ഉപദേശിച്ച് അതിന് മോക്ഷം കൊടുക്കുന്നു ഞാൻ കണ്ടു. ഇതാണ് കാശി. ആ കാശിയുടെ പ്രതിഷ്ഠ വഴിയിൽ അപ്പോൾ പള്ളി ഇരിക്കണം. ഔറംഗസേബ് പള്ളി വയ്ക്കാൻ നോക്കി വേറെ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ പറ്റിയ സ്ഥലമായിട്ട് വെച്ചിട്ട് അവിടെ വന്നിരുന്നു. അവിടെ ഒരു പള്ളിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ കേസിലിരിക്കുകയാണ്. ഇനി ആ കാശി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന കാശ്യതേ. ശ്രീരാമകൃഷ്ണനോട് മൂത്രശങ്ക ഉണ്ടായിട്ട് 2 കിലോമീറ്റർ നടന്നു.
മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കാശി ക്ഷേത്രത്തിൻ്റെ അന്ന് എങ്ങനെ ഏതവസ്ഥയാണ്? നശിച്ച നാറാണക്കൽ ഇന്നത്തെ കാശിയായിട്ട് കാണുന്നത് കേട്ടോ. ഒരു 25 വർഷം മുമ്പ് കണ്ട കാശി ഓർമ്മയുള്ളവർക്കറിയാം ഞാനീ പറയുന്നത്. അത്രയും ദൂരത്തിൽ അതിൻ്റെ ചൈതന്യം വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ ക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടെന്നല്ലേ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഏറ്റവും സൗകര്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഇഷ്ടംപോലെ വനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പുലിക്കും മറ്റവർക്കൊക്കെ ഒളിച്ചിരിക്കാൻ ഏതെങ്കിലും അമ്പലത്തിൽ വന്നിരുന്നാൽ മതി. അധികം അമ്പലത്തിൻ്റെ അവസ്ഥ അറിയാലോ അല്ലേ? ആ ക്ഷേത്രങ്ങളെല്ലാം അങ്ങനെ ആയതിന് ഉത്തരവാദി നമ്മളാണ്. നമ്മുടെ ഈ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നികട്ടെ, അവൻ ഈ ഇവർ പറഞ്ഞു, വിറച്ചുകൊണ്ട് പറഞ്ഞു, ശ്യാമസുന്ദര, വെറുപ്പുണ്ടി വിളിക്കോ, തേ ദാസ്യഹ, അവിടുത്തെ ദാസികളാണ് ഞങ്ങളോടിങ്ങനെ ചെയ്യരുത്. ഇനി ഇത് അങ്ങേക്ക് ധർമ്മം അറിയാവുന്നവനാണ്, ധർമ്മം അറിയാവുന്ന ആൾ ഇങ്ങനെയൊക്കെ കാണിക്കുക. ഇനി ഇതല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരം പറഞ്ഞു, ഞങ്ങൾ ആരോട് പറയും? രാജാവിനോട് പറയും. ഭഗവാൻ അത് എന്നെ പിടിച്ചു തിരിച്ച്, നിങ്ങളെൻ്റെ ദാസിയാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യണം. അല്ലെങ്കിൽ ദാസിയാന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്തേ തീരൂ. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ ദാസികളാണ്. ദാസികൾ സ്വേച്ഛയില്ല. അതുകൊണ്ട് കയറി വരിക. പണ്ട് ശ്രീല പ്രഭുപാദൻ അമേരിക്കയിൽ വെച്ചൊരു പോലീസ് ഇൻസ്പെക്ടർക്ക്, അമേരിക്കക്കാരായ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് ഈ വെണ്ണ കൊടുത്തു. മന്ത്രോപദേശം കഴിഞ്ഞിട്ട് ഹരേരാമകൃഷ്ണ മന്ത്രം ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിനക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമില്ല. ഇനി കൃഷ്ണൻ്റെ ഇഷ്ടം എന്താണോ അത് നിൻ്റെ ഇഷ്ടം. നീ കൃഷ്ണനെ സ്വീകരിച്ചു കഴിഞ്ഞില്ലേ, കൃഷ്ണനെന്ത് ഇഷ്ടമില്ലയോ അത് നിനക്കും ഇഷ്ടമല്ല. അതാണ് ദാസീഭാവം. എന്താണോ ഭഗവാൻ ഇഷ്ടം അതുമാത്രമാണ് നമുക്ക് ഇഷ്ടമാകാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. നിങ്ങൾ വിവസ്ത്രകളായിട്ട് ഈ യമുനയിൽ ഇറങ്ങി കുളിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. നഗ്നരായിട്ട് കുളത്തിലിറങ്ങുക, അല്ലെങ്കിൽ നദിയിലിറങ്ങുക, അതിൻ്റെ മൂത്രമൊഴിക്കുക, ശൗചം കഴിക്കുക, ഇതെല്ലാം ജലാധിദേവതയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അത് ശാപത്തിന് കാരണമാകും. നിങ്ങളുടെ എന്നെ കിട്ടാനുള്ള വ്രതം ഉണ്ടല്ലോ, ആ വ്രതത്തിന് ഭംഗം വരും. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴത്തേക്ക് അവർ നാണമൊക്കെ മറച്ചു പിടിച്ച് കരയിലേക്ക് കയറും. അത് പോരാ, കൈ ശിരസ്സിൽ തൊഴുതുകൊണ്ട് കയറി വരൂ എന്ന് പറയാണ്. അങ്ങനെ കയറി വന്ന് അവരുടെ എല്ലാ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു ജീവൻ്റെ ഏറ്റവും ശക്തമായ ബന്ധനം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തോടുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്. ആ പാശം കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ആ ജീവൻ ഈശ്വര ദർശനത്തിന് പ്രാപ്തമാകും. ഗോവസ്ത്രീകൾ ആ എല്ലാ രാഗങ്ങളെയും, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ, എനിക്ക്, എന്നാൽ, എന്നിൽ നിന്ന് എല്ലാ കെട്ടുകളും പൊട്ടി ഇനി ഒന്നിനും അവർ ബന്ധിതരല്ല. ഈ അവസ്ഥയിൽ മാത്രമാണ് എല്ലാം ആ കെട്ടുകളും പൊട്ടിക്കഴിഞ്ഞൊരു ഘട്ടത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ അഹങ്കാര ഗ്രന്ഥികളെല്ലാം ഉടയുമ്പോൾ മാത്രമാണ് ഈശ്വര ദർശനത്തിന് പ്രാപ്തമാവുള്ളൂ. അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഒരു ജീവന് അധപ്പതനവും ഉണ്ടാവാം. തമിഴ്നാട്ടിലൊരു വിപ്രനാരായണൻ്റെ കഥ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ശ്രീരംഗത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചൊരു അച്ഛനമ്മയ്ക്കുണ്ടായ പുത്രൻ, ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മഹാത്മാവ്, അങ്ങനെ ഭഗവത് സ്മരണയിൽ മുഴുകിയിരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഗണിക ദേവദേവികി, അവരൊരിക്കൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഇദ്ദേഹം കണ്ടില്ല. ഈ സ്ത്രീ ചോദിച്ചു, ഇത്ര അഹങ്കാരിയോ ഇയാൾ? അഹങ്കാരം കൊണ്ടല്ല, അദ്ദേഹം ഭഗവത് സ്മരണയിൽ മുഴുകിയിരിക്കണാരും ശ്രീരംഗനാഥനെ ചിന്തിച്ചുകൊണ്ട് താങ്കൾ ശ്രദ്ധയപ്പെടാത്തതുകൊണ്ടാണ്. എങ്കിൽ എൻ്റെ ഉമ്മറത്ത് വന്ന് നിരങ്ങുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പിന്നീട് അവർ പോകുന്നു. അവരൊരു സന്യാസിയുടെ വേഷം കെട്ടുന്നു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു. ഏറെക്കാലം കീർത്തനങ്ങളൊക്കെ ചൊല്ലി കേൾപ്പിച്ച് അവസാനം ശ്രീരംഗനിരുന്ന മനസ്സിലേക്ക് ആര് കയറി വരുന്നു? ഈ സ്ത്രീ കയറി വരുന്നു. അങ്ങനെ ഇവളെ കൂടാതെ ജീവിക്കാൻ പറ്റാതെ വരുന്നു. അന്ന് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഗടിയഗ്രഹത്തിൽ ചെന്ന് കരയുകയാണ്. ഈ സമയത്താണ് ആണ്ടാൾ ശ്രീരംഗനാഥനോട് പറഞ്ഞു, ഇത്രയും കാലം അവിടുത്തെ ഉപാസിച്ചൊരു ഭക്തന് ഈ ഒരു ദുരന്തം വരുത്തി വയ്ക്കാമോ? ദൈവം പറഞ്ഞു, അവൻ എന്നെ വിട്ടതല്ലേ, ഞാൻ ഉപേക്ഷിച്ചതല്ലല്ലോ, എന്നാൽ അങ്ങ് ഉപേക്ഷിക്കാവോ?
അങ്ങനെ ഭഗവാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഈ ഗണീയഗ്രഹത്തിൽ എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ യജമാനൻ ആരാ, വിപ്രനാരായണൻ തന്നുവിട്ട സമ്മാനമാണെന്ന് പറഞ്ഞ് നേദ്യപാത്രം കൊടുക്കുക, സ്വർണ്ണ നേദ്യപാത്രം. ഇതുകൊണ്ട് ദേവദേവി അന്തം വിട്ടു. ഉടൻ തന്നെ വിപ്രനാരായണനെ പിടിച്ച് അകത്ത് കയറ്റി, അങ്ങേക്ക് ഇത്രയും സമ്പത്തുണ്ടെന്നുള്ളൊരു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഞാൻ തന്നതല്ല. ആ നിമിഷം കൊട്ടാരത്തിൽ ഇവരറിഞ്ഞു നേദ്യപാത്രം മോഷണം പോയിരിക്കണു. അന്വേഷണമായി ഇത് ഗണികയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വിപ്രനാരായണന് കാര്യം മുഴുവനും അറിഞ്ഞത്. ഏത് മഹാഭക്തനും ഈ ശരീരത്തിനോടുള്ള ഒട്ടൽ പരിപൂർണമായിട്ടും വിട്ടുപോകാത്ത ഏത് നിമിഷത്തിലും ഏത് മഹാഭക്തനും അധപ്പതനുണ്ടാകാം. ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. ആ കെട്ടുകളും മുഴുവനും പൊട്ടിച്ചതിന് ശേഷമാണ് ഭഗവാൻ ഗോപസ്ത്രീകളെ തൻ്റെ സ്വന്തമാക്കി മാറ്റിയത്. ആ ലീലയാണ് ഈ വസ്ത്രാപഹരണ ലീലയോടെ ഭഗവാൻ നമുക്ക് കാണിച്ചതിനും. അതിനുശേഷം ഭഗവാൻ വസ്ത്രം എടുത്തപ്പം അവരെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിപ്പോൾ എന്നിൽ മുഴുകിയിരിക്കുന്നു. നമയ്യാവേശിതധിയാം കാമായ കൽപ്പതേ. എന്നിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ എന്നിലുണ്ടായ കാമം പിന്നെ മുളയ്ക്കില്ല. വറുത്ത വിത്ത് പോലെയാണ്. ശ്രീരാമകൃഷ്ണൻ പറയും, വിത്ത് വറുത്താൽ പിന്നെ അത് മുളയ്ക്കില്ല, കാഴ്ചയിൽ വിത്ത് പോലെ ഇരിക്കുകയുള്ളൂ. കയറ് കത്തിക്കഴിഞ്ഞാൽ കാഴ്ചയിൽ അത് കയറ് പോലെ ഇരിക്കും, പിന്നെ അതുകൊണ്ട് കെട്ടാൻ പറ്റില്ല. അതുപോലെ എന്നിൽ ഉറപ്പിച്ച മനസ്സ് പിന്നെ മനസ്സല്ലാതെ മനസ്സുപോലുള്ള എന്തോ ഒന്നാണ്. മനസ്സാണത്, പക്ഷെ മനസ്സിൻ്റെ പഴയ വീര്യമൊന്നും അതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് അത് വറുത്ത വിത്ത് പോലെയോ പുഴുങ്ങിയ വിത്ത് പോലെ ആയിരിക്കും, അത് പിന്നെ മുളയ്ക്കില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കും. ശരത്കാല രാത്രിയിൽ നിങ്ങൾ എന്തിനു വേണ്ടി എന്നോട് ആഗ്രഹിച്ചുവോ പ്രാർത്ഥിച്ചുവോ അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ ലീലയും ഉപസംഹരിച്ച് ഭഗവാൻ കൂട്ടുകാരോടുകൂടി വനത്തിലേക്ക് പോകുമ്പം ഭഗവാൻ പറയുന്നൊരു വാക്കുണ്ട്, കൂട്ടുകാരെ ഈ വൃക്ഷങ്ങളെ നോക്കൂ, അവരെന്തിനാണ് ജീവിക്കുന്നത്? പരോപകാരത്തിനാണ്. പരോപകാരമാർത്ഥം ഇതം ശരീരം. കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് നമ്മളെ എല്ലാം അവർ നമ്മളിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. ഇന്ന് അതേ മരം കാണുമ്പം മരം മുറിക്കാസൊക്കെ അറിയാൻ മേലേ, ഭഗവാന് മരം കണ്ടപ്പോൾ ഇതാ തോന്നിയത്, നമുക്ക് മരം കാണുമ്പോൾ തോന്നുന്നത് വേറെ ഇതാണ്. എത്ര മഹത്തരമായ ജീവിതമാണ്. സമസ്ത ജീവജാലങ്ങൾക്കും അവർ ഉപജീവനം കൊടുക്കുന്നു. സജ്ജനങ്ങളെ കണ്ട യാചകർ ഒരിക്കലും വെറുതെ പോരാറില്ല. അതുപോലെ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആരും വെറുതെ പോകാറില്ല. ഇല, പൂവ്, കായ, തണല്, കിഴങ്ങ്, തോല്, സുഗന്ധം, പശ, ചാരം, വിറക്, തളിര്. സത്യസായിബാബു പറയും, കാക്ക ചത്ത എൻ്റെ 2 ചിറകെങ്കിലും വെട്ടി കാക്ക ഓടിക്കാൻ ഉപയോഗിക്കാം, നീ ചത്തത് എന്തിനു കൊള്ളാം. ഇന്നത്തെ കാലത്ത് ഈ ഭാഷ ചോദിച്ചാലേ നമ്മുടെ തലയിൽ കയറുള്ളൂ. ഇത് ചത്തു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ബിഭതി തസ്മിൻ കായേ. അപ്പം ഈ ശരീരത്തിൽ ആ കൃഷ്ണചൈതന്യം ഉള്ളിടത്തോളം കാലം അവിടുത്തെ സ്മരിക്കാനും നമ്മുടെ ജീവിതം ധന്യമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ഭഗവാൻ ഭാവറിനൊരു വാക്ക് പറഞ്ഞ് നിർത്താം. സ്വാമി പറയാറുണ്ട്, ലോകം നിലനിൽക്കാൻ ഭാരതം നിലനിൽക്കണം, ഭാരതം നിലനിൽക്കാൻ വേദം നിലനിൽക്കണം, വേദം നിലനിൽക്കാൻ വേദം ആചരിക്കണവരുണ്ടാകണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.